ഗൈസ്, അപ്പം നമ്മളെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സ്വന്തം മല്ലിക്കുട്ടി ഉണ്ട് നമ്മളപ്പോൾ. ടാറ്റ എടുത്ത എല്ലാവർക്കും ടാറ്റ. വാ, നമ്മളെ അടുത്ത നമ്മളെ പുതിയ അതിഥി. ഇതൊക്കെ നമ്മളെ അനിയന്മാരാണ് അല്ലേ? എന്താണ് പേര് കൊടുത്ത? ഫാഹിൽ. ഫാഹിൽ. ഫേനിന്ന് നമ്മൾ വിളിക്കും അല്ലേ? എല്ലാവർക്കും ഈ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ക്ഷണിച്ചു. എല്ലാവർക്കും ഈ വ്ളോഗിലേക്ക് സ്വാഗതം. അതാണ്. പിന്നെ എത്ര വർത്താനം? നല്ല വർത്താനം. എത്ര നോമ്പ് നോറ്റുണ്ടേ? 8. 8 നോറ്റ് ജി. എങ്ങനെ ഒറ്റടിക്കാണ് 8 നോറ്റത് അതോ ഇടക്കിടക്കായിട്ടാണ് ഞങ്ങൾ 8 നോമ്പ് നോറ്റിട്ടോ? എന്ത് ബാക്കി നോമ്പ് കഴിഞ്ഞ് ബാക്കി അടുത്ത വരുമ്പോ നോൽക്കാം. അടുത്ത കൊല്ലം വരുമ്പോ നോൽക്കാം. അടുത്ത കൊല്ലല്ല, ഈ കൊല്ലം തന്നെ. ഇനി നാളത്തെയും മറ്റന്നാളത്തെ നോൽക്കാം. എങ്ങനെയാലും ഞങ്ങൾ ഈ കൊല്ലം 30 ഫുള്ളാക്കൂലേ? 30 ഫുള്ളാക്കില്ല. 8 നോറ്റിന് അടുത്ത 10 ദിവസം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ബാക്കി 22 നോൽക്കും. 30 നോൽക്കും എന്തായാലും. അല്ല എത്ര നോറ്റണ്? ഏത് ആനാ? അത് ശരി. അല്ല, എന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കാഞ്ഞ്? എന്തെന്നെ അമ്മ സമ്മതിക്കാഞ്ഞ്? എന്താ അറിയാത്ത? അല്ല നഴ്സറി പോകണ്ടോ? പോണ്ട. എന്നും ഈ സമയമായി കഴിഞ്ഞാൽ നമ്മളെ പേരിലുള്ള ചെറിയ ചെറിയ ശബ്ദ കോലാഹലങ്ങൾ ഇന്നും ഉണ്ട്. അപ്പൊ നഴ്സറിക്ക് പോണ ഇഷ്ടല്ല? നഴ്സറിക്ക് പോയാലല്ലേ പഠിച്ചാൻ കഴിച്ചുള്ളൂ നമുക്ക്. അപ്പഴല്ലേ പോണ്ടി. എല്ലാ ബോയ്സിനും ഒറ്റ ഗേളാ? അതെന്റെ കുട്ടി പോവാത്ത അവിടെ അല്ലേ? അപ്പൊ ഞാൻ അടുത്ത കൊല്ലം വേറെ ഗേൾസ് വരുമോ? അടുത്ത കൊല്ലം നമ്മൾ സ്കൂളിലേക്ക്. അപ്പൊ നഴ്സറിക്ക് പോവാതെ നമ്മള് സ്കൂൾക്ക് പോവാണ്. എടുത്തു ചാടി നേരെ ഓട്ടേക്ക് ചെയ്ത് പോലെ. അപ്പൊ അവിടെയും ഫുള്ള് ബോയ്സ് ആണെങ്കിലോ? ഞാൻ വേറെ സ്കൂളിൽ പോകും. അവിടെയും ബോയ്സ് ആണെങ്കിലോ? എനിക്ക് ബോയ്സിന് ഇഷ്ടല്ല. എന്താ? ബോയ്സ് മാത്രം ഉണ്ടാവുമ്പോ മറ്റേ ഗേൾസും കൂടി വേണ്ടേ കളിച്ചാൻ? സ്കൂൾക്ക് കളിച്ചാനാണ് നമ്മള് പോണല്ലേ? അങ്ങനെ. അപ്പൊ കുറച്ചൊക്കെ പഠിക്കും. കുറച്ച് പഠിച്ചാ മതി. കൊറേ കളിച്ചല്ലോ വേണ്ടി നമ്മള്. കുറച്ച് മാത്രമേ നമ്മള് പഠിക്കൂ. ഷട്ടില് പഠിച്ചു. അപ്പം പുസ്തകം കളിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണോ? ഷട്ടില് കളിച്ചോ? ഷട്ടില് കളിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവളും പിന്നെ അവിടെ വേറെ താത്തില്ലേ? അത് ശരി. അപ്പൊ ഞങ്ങൾ ഇനി സ്കൂൾക്ക് പോണത് കൊറേ കളിച്ചാനും കുറച്ച് പഠിച്ചാനും ആണല്ലേ? അടിപൊളി. അപ്പൊ ഇനി 1ാം ക്ലാസ്സിക്ക് എന്നാ ചേർത്തണേ? മയത്തോ? ഈ മയത്ത് ചേർത്തുല്ലേ? ഇക്കൊല്ലം. അപ്പൊ ഞങ്ങളെ കുട്ടി ഈ കൊല്ലം 1ാം ക്ലാസ്സിക്ക് പോവാല്ലേ? അതും ഞങ്ങൾ നഴ്സറിക്കൊന്നും പോവാതെ നേരെ ഒന്നിക്കൽ ചാടില്ലേ? എൽ കെ ജി യു കെ ജി 1, 2 അല്ലേ? എന്നിട്ട് ഇനി സ്കൂളിൽ പോയിട്ടേ ഫുള്ള് ആൺകുട്ടികളാണെങ്കിൽ, എൻ്റെ കുട്ടി ആൺകുട്ടികളുണ്ടായിട്ടോ നഴ്സറിക്ക് പോവാത്ത. ഫുള്ള് ആൺകുട്ടികളാണ്. ഒരു പെൺകുട്ടി മാത്രം, എൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യാത്തത്, നഴ്സറിക്ക് പോവാത്ത കേട്ടോ. ഇനി ഞങ്ങൾ LKG ക്കും UKG ക്കും ഈ മഴക്കാലത്ത് പോകും അല്ലേ? അപ്പൊ നല്ല പഠിച്ചൂലേ? അതോ കൊറേ കളിച്ചുവോ? കൊറേ കളിച്ചുവല്ലോ. അവിടെ തപ്പുണ്ട്. എത്തപ്പണേ? എത്തപ്പണേ? ചാവിയോ? വണ്ടിന്റെ ചാവിയോ എവിടെയോ? എന്നും സ്ഥിരം നമ്മൾ കാണുന്നൊരു ഇതാണ്. നമ്മൾ എവിടെയെങ്കിലും വെക്കും, പിന്നെ കാണാണ്ടാവില്ല. തപ്പണ്. നോമ്പ് തുറന്നപ്പോ എന്താ കഴിച്ചത്? അങ്ങനെയൊന്നും ചോദിച്ചരുത്. അങ്ങനെയൊന്നും ചോദിച്ചാൽ എൻ്റെ കുട്ടിക്ക് പറയാറില്ല കേട്ടോ അല്ലേ? അങ്ങനെ ചോദിച്ചാണ് നിങ്ങൾ കുഴക്കില്ല നമ്മളെ. നമ്മളൊരു പാലത്തുമ്മ കൂടെ ഇങ്ങനെ പോവുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ. അതിൻ്റെ അടിയിൽ കൂടെ നിങ്ങൾ തള്ളിയിടാൻ നോക്കുക. അയ്യോ അജ് വന്ന അന്നവിടെ കാണണ്ടേ? ആരാണ്? ലീനു. നിത.
ഒരു മാസ് എൻട്രിക്കായിട്ട് കാത്തു നിൽക്കുകയാണ്. കമോൺ കമോൺ. യെസ്, ഇത് 22 നോമ്പ് കഴിഞ്ഞ് 22 നോമ്പും നിഷ്കളങ്കമായിട്ട് ഒഴിവാക്കിയ നമ്മുടെ സ്വന്തം പറഞ്ഞോളി. ഇന്ന് വ്ളോഗർ ഞങ്ങളെ കുട്ടി അല്ലുവാണ്. പറഞ്ഞോളി, എന്താ വർത്താനം എന്നൊക്കെ പറഞ്ഞില്ല. കൊറേ ഞങ്ങള് തള്ളിക്കണം, നിങ്ങൾ തള്ളി. ഞാൻ എന്താ പറയണ്ട? അല്ല, ചോദ്യം ചോദിച്ചു. അല്ല, ഓരോ ചോദ്യം ചോദിച്ചു. അപ്പൊ നമുക്കിന്ന് രാവിലെ നന്ന് പോയിക്കോ. ഇതൊക്കെയാണ് നമ്മളെ സ്വന്തം പച്ചിപ്പരി. എന്തൊക്കെയുണ്ട് വർത്താനം? തറാവിക്ക് പോകാ പോലെ. അടുത്തത് ഒന്ന് തറാവിക്കാണെങ്കിൽ മറ്റത് അരീക്കോട് ഫുഡ് കോർട്ടിലേക്ക്. രണ്ട് വഴിയാണ്. എന്താണ് ഇവിടുത്തെ ഒരു കഥ പറയാന്നുണ്ടെങ്കിൽ, ഞാൻ അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോണത് വീട്ടിൽ നിന്ന് അധ്വാനിച്ചുകൊണ്ട് കുടുംബം പുലർത്തുന്ന ആര് അവിടെ ഞമ്മളോടല്ലേ. അപ്പൊ ഞാൻ പറയട്ടെ. അല്ലോ, ഞാൻ പറഞ്ഞു വരുന്നത് നല്ല എന്നോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്താണ് ഈ വെക്കേഷൻ തീർന്നോ? അത് ഫുള്ള് കിട്ടിയില്ല. അതെ, കിട്ടിയോ? എത്തിന് ചാവി ഒരു വണ്ടി ഉണ്ട്, 2 ആളുണ്ട്. അതിന് തല്ല്, വാപ്പി മകനും തല്ല് എന്ന് പറഞ്ഞാ പോരാ. അങ്ങാടി മുറ്റത്തിരുന്ന് കാണ്ട് അങ്ങോട്ട് വാ, പറ. അപ്പം ഇന്ന് ഗൈസ് നമ്മളെ വീട്ടിലേക്ക് വന്ന നമ്മളെ ഉമ്മയുടെ ഏട്ടത്തിയുടെ മക്കൾ, നമ്മളെ പെങ്ങന്മാര്, അനിയന്, പെങ്ങളെ കുട്ടി അല്ലേ? പെങ്ങളെ കുട്ടിഞ്ഞല്ലേ? അതാണ്. അപ്പൊ ഞങ്ങള് ഉമ്മാന്റെ ഏട്ടത്തിന്റെ പെങ്ങളെ കുട്ടി കേട്ടോ, ഉമ്മാന്റെ അനിയത്തിന്റെ അല്ല. അപ്പം ഇന്നത്തെ മെയിൻ ഗസ്റ്റ് ഞങ്ങൾക്ക് ഇതാണ്. അപ്പൊ ഇന്ന് ഞങ്ങളെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നഴ്സറിക്ക് പോകാതെ നേരെ സ്കൂൾ LKG UKGയിലേക്ക് കാലെടുത്ത് വെക്കാണ് ഈ ജൂൺ മാസം. ഓരോട് സോറി, കൈയെടുത്താണ് വെക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ കൈയെടുത്ത് വെച്ചുകൊണ്ടാണ് LKG UKGയിലേക്ക് കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്ന LKG UKGയെ പറ്റി 2 വാക്ക് താങ്കളൊന്ന് പറയുമോ? എന്തൊക്കെയാണ് LKG UKGയിലെ നിങ്ങളുടെ ഓരോ കാഴ്ചപ്പാടുകൾ, ഭാവിയെ കുറിച്ചുള്ള ഓരോ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന്? ടീച്ചർ അടിച്ചു പഠിപ്പിച്ചും, പിന്നെ കുട്ടികളൊപ്പം കളിക്കും. പിന്നെ ഇങ്ങനെ ഒന്ന് ടീച്ചർ അടിച്ചു പഠിപ്പിച്ചും, ഞങ്ങൾ സ്വന്തം പഠിക്കൂല, പിന്നെ കുട്ടികളൊപ്പം കളിക്കും. അതിന് ടീച്ചർ അതിന് അടിന്റെ കാര്യങ്ങൾ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ സ്വയം ചെയ്യും അല്ലേ? ഇങ്ങനെ 2 കാര്യങ്ങളാണ് LKG UKGയിൽ ഞങ്ങളെ വിഷന് അല്ലേ? അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1ാം ക്ലാസ്സിക്ക് കാലെടുത്താണോ കൈയെടുത്താണോ പോവാന്ന് വിചാരിച്ച്? കാലെടുത്ത് വെക്കാനോ കൈയെടുത്ത് തന്നെയാണ് 1ാം ക്ലാസ്സിക്കും വെക്കുന്നത്. എല്ലാരും കാലെടുത്ത് വെക്കുമ്പോ ഈ കൈ തന്നെ എടുത്ത് വെക്കുള്ളൂ അല്ലേ? ഏത് ക്ലാസ്സിലേക്കാണ് താങ്കൾ ഈ കാലെടുത്ത് വെക്കാൻ വിചാരിച്ചത്? 3ാം ക്ലാസ്സിലേക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്നത്. അതുവരെ ഞങ്ങൾ കൈ മാത്രം എടുത്തു വെക്കുള്ളൂ എന്നാണ് ഞങ്ങളെ കുട്ടി പറയുന്നത്. അപ്പം ഈ അല്ല സിനുവിന്റെ കുട്ടി പറയുന്നത്. അപ്പം ഈ 3ാം ക്ലാസ്സിൽ താങ്കൾ ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുമല്ലോ, ആ കാലെടുത്ത് വെക്കുന്നതിനെ കുറിച്ച് 2 വാക്ക് എന്താണ് താങ്കൾ? ഞാൻ ചോദ്യമാണ്, അല്ലുവിനോടുള്ള എൻ്റെ ചോദ്യമാണ്. 3ാം ക്ലാസ്സിലേക്ക് അല്ലു കാലെടുത്താണല്ലോ വെക്കുക, 2ാം ക്ലാസ് വരെയാണല്ലോ അല്ലു കൈയെടുത്ത് വെക്കുക. 3ാം ക്ലാസ്സിലോട്ട് അല്ലു കാലെടുത്ത് വെക്കുന്നതോട് കൂടി തന്നെ അതിനെക്കുറിച്ച് 2 വാക്ക് നമ്മളോടും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടും പറയാനുള്ളത് എന്താണ്? അങ്ങനല്ല, അല്ലു ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുവാണല്ലോ. അന്നാ വേണ്ട, ആ ചോദ്യം വേണ്ടേ? അത് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമാണോ? ഓക്കെ, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 3ാം ക്ലാസ്സിലേക്ക് നമ്മൾ അതും ടഫാണോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് അല്ലു ഉദ്ദേശിക്കുന്നത്? ഓക്കെ. അപ്പം ആദ്യമായിട്ട് നമ്മൾ ടേബിളിലേക്കാണ് കൈയെടുത്ത് വെക്കുന്നത്.
അല്ലേ? അപ്പം LKG UKG ഒക്കെ എടുത്തു കൊണ്ടുപോയിട്ട് ബെഞ്ചമിൽ ഇരുത്തി വെച്ചാൽ അങ്ങനെയാണ് അല്ലേ? ആ ഓക്കെ. അപ്പം അതെ, നമ്മളെ ഈ വ്ലോഗിലേക്ക് ഹൃദയസമേതം കടന്നു വരുന്ന നമ്മുടെ വിച്ചുമുക്കേറി വരി. ഇതാ പോണേ പായല് ഇങ്ങോട്ട് വരി ഒടുക്ക പോണേ ഒരു കോലത്തിനും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെ വന്നാലും സാർ എന്നാ വരി ഇന്നൊക്കെ അത് പോസൊക്കെയാടാ. അപ്പൊ കാലും കൈയൊക്കെ നിക്കട്ടെ, ഏതായാലും എടുത്തു വെച്ചല്ലോ. അപ്പൊ ഒക്കെ എടുത്തു വെച്ച്. അപ്പൊ ഇനി 1ാം ക്ലാസ്സില് LKG UKGയിലേക്ക് പഠിപ്പ് അതോ കളി ഏതാ ഫസ്റ്റ്? നേരത്തെ അങ്ങനെയല്ല താങ്കൾ പറഞ്ഞത്. നേരത്തെ നമ്മൾ കളി എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. കുറെ കളിക്കണം, കുറച്ച് പഠിക്കണം, അതല്ല നമ്മളെ മുദ്രാവാക്യം. അപ്പം കളിയെ കുറിച്ച് 2 വാക്ക്. അല്ലോ, കളിയെ കുറിച്ച് 2 വാക്ക്. ഏതൊക്കെ കളികളാണ് LKGയിൽ പോയി കഴിഞ്ഞാൽ താങ്കൾ കളിക്കാൻ പോകുന്നത്? LKGയിലും UKGയിലും ഒരു കളി തന്നെ കളിക്കണേ. ഏതൊക്കെയാണ്? അത് ഷട്ടില്, ഒളിച്ചളി, അങ്ങനെ കൊറേ കളി കിട്ടില്ല. കൊറേ കളികൾ ഉണ്ടായോണ്ട് പേര് പറയാന് മറന്നുപോയ പേര്. അങ്ങനെയാണ് അല്ലേ? എത്ര ബുക്ക് ഉണ്ട് LKGയിൽ? കൊറേ ഉണ്ടോ? അപ്പം പുതിയ ബാഗ് കാര്യങ്ങളൊക്കെ വേണല്ലോ. അപ്പൊ അല്ലോ ബാഗില് ബുക്ക് ഇട്ട് കൊണ്ടുപോകാനാണോ വിചാരിച്ചത്, അതോ കവറിൽ ബുക്ക് ഇട്ട് കൊണ്ടുപോകാനാണോ വിചാരിച്ചത്? ബാഗില് ആ ബുക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുണ്ട് അല്ലേ? ബുക്ക് കൊണ്ടുപോകണം. ബുക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ടീച്ചർ അടിച്ചു. ടീച്ചർ അടിക്കൂലെന്നുണ്ടെങ്കിൽ ബുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ടീച്ചർ അടിക്കൂലെന്നുണ്ടെങ്കിൽ ബുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടല്ലേ? എന്തിനാണ്? പഠിക്കണം, പഠിച്ചാലേ പൈസ കിട്ടുള്ളൂ. അപ്പൊ LKGയില് പൈസ കൊടുക്കുന്നുണ്ട്? അങ്ങനെയല്ല, LKG UKG ഒക്കെ കഴിഞ്ഞാല് ജോലി എടുക്കുമ്പോ പൈസ കിട്ടും. അപ്പം താങ്കള് LKG UKG കഴിഞ്ഞ് 1ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനുള്ള പരിപാടിയാണോ? സ്കൂള് ഫുള്ളും കഴിഞ്ഞാണ്ട് ജോലി എടുക്കാൻ പോകണം. എന്ത് ജോലിക്കാണ് അല്ലോന് താല്പര്യം? ഒരു ജോലി എടുത്ത് കഴിഞ്ഞിട്ട് വേറെ ഡോക്ടറാണ് താല്പര്യം അല്ലേ? ഈ സൂചി വെക്കാന് ഒക്കെയാണ് ഇഷ്ടം? സൂചി വെക്കാനാണ് ഇഷ്ടം അല്ലേ? ഓക്കെ. അപ്പം അല്ലൊരു ഡോക്ടറായി കഴിഞ്ഞാല് പെരയില് കുത്തിറക്കും. പഠിച്ചു കഴിഞ്ഞ് ഡോക്ടറായി കഴിഞ്ഞിട്ട് ഇപ്പൊ പണിക്ക് പോലെ പണിക്ക് പോയാണ്ട് പെരയില് കുത്തിറക്കും. അല്ലുവിന്റെ കല്യാണത്തിനെ പറ്റിയുള്ള കുറച്ച് കൺസെപ്റ്റ് എന്തൊക്കെയാണ്? കല്യാണത്തിന് ഗിഫ്റ്റ്, കേക്ക്, അങ്ങനത്തെ വേണം. എല്ലാരും കൊണ്ടുവരണം അല്ലേ? കല്യാണത്തിന് വരുന്ന എല്ലാരും വേണ്ട, ഗിഫ്റ്റ് എല്ലാരും മതി. ഗിഫ്റ്റ് എല്ലാരും കൊണ്ടുവരണം, അത് നിർബന്ധമാണ് അല്ലേ? ഗിഫ്റ്റ് കൊണ്ടുവരുന്നവരെ നമ്മള് കല്യാണത്തിന് വിളിക്കുള്ളൂ ആണല്ലേ? ഓക്കെ. ഇത് എന്നാണ് ഇങ്ങോട്ട് കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഏകദേശം? അത് ഏകദേശമൊക്കെ കുറച്ചൊക്കെ അറിയില്ല. കുറച്ചൊക്കെ അയക്കണോ? ഏകദേശമൊക്കെ അയക്കണം അല്ലേ? ഏകദേശം അല്ല, കൊറേ കഴിഞ്ഞു. കൊറേ കാര്യങ്ങള് ആയില്ല. ഇപ്പൊ ഒരു 2 മാസം കൂടി കഴിഞ്ഞാല് നമുക്ക് കല്യാണം നോക്കാം അല്ലേ? 2 3 മാസം. 3 മാസം കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 3 മാസമൊക്കെ കുറച്ച് കൂടുതലല്ല, കുറവല്ല, കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ എന്നെ വേണ്ടിയത്. കൂടുതലാ വേണ്ടിയത്? 5 മാസം. 5 മാസം കൊണ്ട് ഇപ്പൊ ഏകദേശം നമുക്ക് കല്യാണം കാര്യങ്ങളൊക്കെ ആയി എന്നാണ് പല്ല് പറയണത്. എങ്ങനെയാണ്? ചെക്കൻ എവിടെ ഉള്ളതാണ്? അപ്പൊ ചെക്കനൊക്കെ പന്നിപ്പാറൊക്കെ റെഡി ആണല്ലേ? അല്ല, ഇന്നൊന്നും വിളിച്ചണില്ലേ? ഗിഫ്റ്റ് കൊണ്ടുവരുമോ? ഞാൻ കൊണ്ടുവരും. എനിക്ക് ചോറ് തന്നാ മതി. ചോറുണ്ടാവില്ലേ? ബിരിയാണിയാ, മന്തിയോ? ആർക്കറിയാം? അവിടുത്തെ കടന്റെ ആൾക്കാർക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ കുത്താക്കല്ലേ നല്ലത്. അപ്പൊ അങ്ങനെയാണ് അല്ലുവിന്റെ വിശേഷം അല്ലേ?
അപ്പം നമ്മളായിട്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. അഞ്ഞ് ഫെനിൻ്റെ അടുത്ത് കയ്യറണം നമ്മളത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളായിട്ട് ഒരുപാട് നമ്മളായിട്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, നിങ്ങളോട് ഒന്നും പറയാല്ല അല്ലേ. ഞങ്ങളെല്ലാരും പോവാണ്. അപ്പൊ ഇനി അടുത്തൊരു വ്ളോഗ് ആയിട്ട് പിന്നെ കാണാം. ടാറ്റ കൊടുക്കേ. ടാറ്റാ.